ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. ഞങ്ങൾ പോണത് ചാവക്കാടുള്ള പഞ്ചവടി ബീച്ചിനടുത്തുള്ള ഫാം വില്ലയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ടോക്കൺ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് 150 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. അതെടുത്തിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഒരു ഒട്ടകം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയുള്ള കുട്ടികൾ കുറച്ച് പ്ലാവിൻ്റെ ഇലയൊക്കെ തരും ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലേണ്ട ഒട്ടകത്തിൻ്റെ അടുത്തേക്കാണ്. അതിന് കുറച്ച് പ്ലാവിൻ്റെ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഇവൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അതൊരു കുഞ്ഞ് കഴുതക്കുട്ടിയാണ്. അപ്പോൾ അവന് ഇച്ചിരി ദേഷ്യമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ വരും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നിൽക്കുക. പിന്നെ അവിടെ ഒരുപാട് ബേഡ്സും ആനിമൽസും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നമുക്ക് കയ്യിലെടുക്കാം, അവരെ ഫീഡ് ചെയ്യാം, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസിനും പപ്പയ്ക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു തത്തയുണ്ടല്ലോ, അതിന് നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ. കുറേ പേര് കയ്യിലെടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനൊക്കെ മേത്ത് വെച്ചപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറെ ഒന്ന്, ഇടയ്ക്ക് അവരൊന്ന് ചെറുതായിട്ട് കടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല. പിന്നെ ചിലപ്പോൾ പേടിയുള്ളവർക്കാണെങ്കിൽ എപ്പോഴും എല്ലാതും ഒരു പേടിയായിരിക്കും കേട്ടോ. പൊന്നൂസിനെ ഭയങ്കര ഇഷ്ടമായി. തത്തേനൊക്കെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള സ്റ്റാഫ്മാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാതും നമ്മുടെ കയ്യിലൊക്കെ തരാനായിട്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. എല്ലാത്തിനും കുറിച്ച് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. പിന്നെ കുറേ മുയലുകളുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള മുയലുകളുണ്ടായിരുന്നു. എനിക്ക് ആകെ കൂടി കുഴപ്പമില്ലാണ്ട് എടുക്കാൻ തോന്നിയ ഒരു സംഭവം ഇതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ട് കുറേ മുയലുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും ബേർഡ്സൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കൂടിൻ്റെ ഉള്ളിൽ ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞങ്ങളെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇല്ലേ, എന്ത് ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞു മുള്ളമ്പന്നിയാണ് കേട്ടോ. പൊന്നൂസ് അതിനെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെ കയ്യിലെടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിൽ തിരിച്ചു വരും. അപ്പം ഞാനത് എടുക്കും കേട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കി, ഇതാരായി കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, വൈറ്റും ഗ്രേ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒരുമിച്ചിരിക്കുക. കുറച്ച് പേരെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നമുക്ക് ശല്യം ചെയ്യണ്ട. പിന്നെ അടുത്ത മെയിൻ ആളാണ് കേട്ടോ അത്. നല്ല ഹാപ്പി ആയിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത്. പൊന്നൂസ് ഇതൊക്കെ എന്തൊരു സിമ്പിളാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവന് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആ വഴിക്ക് പോയേ ഇല്ല, കാരണം എനിക്ക് ഇത്തിരി പേടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കാണാനായിട്ട്. അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പൊന്നൂസും ചേട്ടനും എല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവരെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അടുത്തേക്ക് അധികം പോയില്ല. പിന്നെ നിറച്ച് തത്തമ്മയുള്ള ഒരു കൂട്ടിൽ നമ്മൾ കയറ്റും. അവർ കുറച്ച് കയ്യിൽ കുറച്ച് അവർക്ക് ഫീഡ് ചെയ്യാനുള്ള കുറച്ച് ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെ നമ്മൾ തത്തമ്മേനെ ഫീഡ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ചേട്ടൻ്റെ പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. അതിനെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് പൊന്നൂസ്. പിന്നെ ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പൊന്നൂസിൻ്റെ കയ്യിൽ ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡ് കാണിക്കുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ വന്നിരിക്കും. കയ്യിലിരുന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെയും കുറേ ഐറ്റംസൊക്കെ കാണാനുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ കണ്ടു. ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ അലൗഡാണ് കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് നടന്ന് വീണ്ടും ഞങ്ങൾ ആ കുട്ടി മുള്ളമ്പന്നിയുടെ അടുത്ത് എത്തി കേട്ടോ. അങ്ങനെ ഞാൻ അതിനൊന്ന് കയ്യിലെടുത്തു. ആദ്യം കണ്ടപ്പോൾ എനിക്കെന്തോ എടുക്കാൻ തോന്നിയില്ല. പിന്നെ ഒരു രസം, അങ്ങനെ അതിനൊക്കെ കയ്യിലെടുത്തു. പൊന്നൂസിന് ഞങ്ങൾക്കും ഈ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. 150 രൂപ അധികമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, കാരണം എവിടെയും കിട്ടാത്തൊരു ചാൻസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. കാരണം ബേഡ്സിനെ ആനിമൽസിനെയും ടച്ച് ചെയ്യാം, ഫീഡ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് പോയി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.